മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി. സംസ്ഥാനം 2219 കോടിയുടെ സഹായം അഭ്യർത്ഥിച്ചുവെന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചു. സാലി ചേരുന്നു. സാലി, വിശദാംശങ്ങൾ. ഈ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനോട് നിലപാട് വ്യക്തമാക്കാൻ പലതവണ കോടതി ആവശ്യപ്പെടുകയും സമയം നീട്ടി നൽകുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ 2 ആഴ്ച സമയം അനുവദിച്ചിരുന്നു. അതിൽ ഇപ്പോൾ ഒടുവിൽ 2 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ കോടതിയിൽ ഒരു സത്യവാങ്മൂലമായി കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാർ 2219.033 കോടി രൂപയുടെ സഹായ അഭ്യർത്ഥനയാണ് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത്. ദുരന്ത പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായാണ് തുക ആവശ്യപ്പെട്ടത് എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. അപ്പോൾ അതിൽ ഒരു തീരുമാനമായിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും കേന്ദ്ര സർക്കാർ പറയുന്നത്. സഹായ അഭ്യർത്ഥനയിൽ ചട്ടപ്രകാരമുള്ള നടപടികൾ പുരോഗമിക്കുന്നു എന്നാണ് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയുന്ന പോലെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേസ് പരിഗണിച്ചപ്പോൾ കോടതി നിരന്തരം ഇക്കാര്യത്തിൽ എന്താണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്ന് കോടതിയെ അറിയിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞത് 3 ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട്. 1500 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ്, ദുരിതബാധിതരുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളൽ, ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കൽ തുടങ്ങി 3 ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ആ ആവശ്യങ്ങളിന്മേൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് കഴിഞ്ഞ തവണയും കേന്ദ്ര സർക്കാർ അറിയിച്ചത്. അപ്പോൾ എന്താണ് നിലപാട് എന്നത് രേഖയാക്കി 2 ആഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കാൻ ഡിവിഷൻ ബെഞ്ച് കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശം നൽകിയിരുന്നു. അപ്പോൾ ഇന്ന് കേസ് പരിഗണിക്കാനിരിക്കെ കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചു. അതിലും കൃത്യതയോടെ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ്. 2219.033 കോടി രൂപയുടെ സഹായ അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിൽ കേന്ദ്ര സർക്കാർ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. പക്ഷേ കേന്ദ്ര സർക്കാർ അഫിഡവിറ്റിൽ പറയുന്ന മറ്റൊരു കാര്യം, നവംബർ 13 മാത്രമാണ് സംസ്ഥാന സർക്കാർ സഹായ അഭ്യർത്ഥന നടത്തിയത് എന്നൊരു വിചിത്രമായ വാദവും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നമുക്കൊക്കെ അറിയുന്നത് പോലെ ഇതിനു മുമ്പ് തന്നെ കേന്ദ്ര സർക്കാരിന് പലതവണ സംസ്ഥാനം കത്ത് നൽകിയിട്ടുള്ളതാണ്. അതിന് മറുപടിയായി കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസിന് കേന്ദ്ര സർക്കാർ ഒരു മറുപടിയും നൽകിയതാണ്. അത് അക്കാര്യങ്ങൾ അനുവദിക്കാനാവില്ല എന്നൊരു നെഗറ്റീവ് മറുപടിയാണ് അന്ന് കിട്ടിയത്. അന്ന് വിവാദമാവുകയും അത് സംസ്ഥാന സർക്കാർ ഹൈക്കോടതി മുമ്പായി സമർപ്പിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ അങ്ങനെ ഇരിക്കെ കേന്ദ്ര സർക്കാർ ഇന്ന് നൽകിയിരിക്കുന്ന മറുപടി നവംബർ 13 മാത്രമാണ് സംസ്ഥാന സർക്കാർ സഹായം അഭ്യർത്ഥിച്ച് കത്ത് നൽകിയത് എന്നൊരു വിചിത്രവാദവും കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും കേസ് പരിഗണിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ എടുത്ത നിലപാടിനെതിരെ നിശ്ചിതമായ വിമർശനം ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം നിങ്ങൾ പറയൂ, ഒരു ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പലതവണ കോടതിക്ക് കേന്ദ്ര സർക്കാരിനെ ഓർമ്മപ്പെടുത്തേണ്ടി വന്നു. ഒടുവിൽ അന്ത്യശാസനത്തിന്റെ സ്വരത്തിൽ 2 ആഴ്ച സമയം അനുവദിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചത്. പക്ഷേ ആ സത്യവാങ്മൂലത്തിൽ പോലും കൃത്യമായ വിവരങ്ങളില്ല. ആകെ 5 പേജുള്ള ഒരു സത്യവാങ്മൂലത്തിൽ കൃത്യമായ വിവരങ്ങൾ ഉൾപ്പെടുത്താതെ ചില വിവരങ്ങൾ കോടതിയെ അറിയിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇനി നിലപാടിനോട് ഹൈക്കോടതിയുടെ നിലപാട് എന്താണ് എന്നുള്ളത് അല്പസമയത്തിനകം അറിയാം. ഏതായാലും കേസ് കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്.